ഹേ ഗൈസ്, ഒരു ചെറിയൊരു സംഭവം ലൈക്ക് വീഡിയോ ഒക്കെ ഇടാതിരുന്നത് എനിക്ക് ക്ലാസ്സിൽ ഭയങ്കര ക്ലാസ് വർക്ക്സ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ നമ്മുടെ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്കൊരു 2-3 വീക്സിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അതായത് ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓരോ ഗ്രൂപ്പും എന്താ പറയുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് 3 ആഴ്ചക്കകത്ത് നമ്മളിതിനെ പബ്ലിഷ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഒരു ക്ലയൻറ്റിനെങ്കിലും ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സെയിലെങ്കിലും ഉണ്ടാക്കി നമ്മൾ പൈസ ഏൺ ചെയ്യണം. അങ്ങനെ ഒരു ആ ഒരു ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് നമ്മളിവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇതിൽ വർക്ക് ചെയ്യാം. ഈ 4 വർഷം ഇരുന്ന് ഈ പ്രോജക്റ്റിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്തിട്ട് ബൈ എൻഡ് ഓഫ് ദിസ് ഡിഗ്രി സ്റ്റാഫ് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. കാരണം നമ്മുടെ കോളേജിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു മീറ്റപ്പ് പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല പ്രോജക്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ എൻ്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ആഡ് ഏജൻസി. ലൈക്ക് ബിസിനസ്സുകൾക്ക് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആഡ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കുമല്ലോ. ഭയങ്കര എക്സ്പെൻസീവും ആയിരിക്കും. അത് കംപ്ലീറ്റ്ലി AI വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ AI വെച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടീമിൻ്റെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള പ്ലാൻ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഐ ഡിഡ് ഇറ്റ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം എടുത്ത് ചെയ്തതാണ്. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആഡാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. ഇനിഷ്യലി ഇപ്പോൾ ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോഡക്റ്റ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ കുറേ ഫോട്ടോഷൂട്ട്സ് ചെയ്യും. ആ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് വെച്ച് നമ്മളതിന് AI യൂസ് ചെയ്ത് വീഡിയോ ആക്കി ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തത് ഇതാ, ലൈക്ക് സിമ്പിൾ വൺ, വെരി സിമ്പിൾ വൺ. No matter the journey, no matter the conditions, our suitcase stands with you. Built to endure, designed for life. ഇതാ സംഭവം. അപ്പോൾ എന്താണ് എൻ്റെ ഐഡിയ എന്നറിയോ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തെളുപ്പമാണ് സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാനും നമുക്കൊരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ നമുക്കൊന്ന് ഇറങ്ങി കളിക്കാനൊക്കെ എന്തെളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിയറൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വേണമായിരിക്കും. ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇതൊരു ബെസ്റ്റ് ആഡോ ഞാൻ പറയില്ല. പക്ഷേ ഇതിനകത്തുള്ള പ്രോംപ്റ്റൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് നല്ല രീതിക്കുള്ള സാധനങ്ങൾ ചെയ്തു തരും. ടൈം എടുത്ത് ചെയ്യണം. എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഉപയോഗിച്ച ആപ്പ് എന്ന് പറയുന്നത് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറയും, DZINE എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഉപയോഗിച്ച് പ്രിറ്റി ഗുഡ്. ടു ബി ഓണസ്റ്റ്, ഐ എം വെരി ഇംപ്രസ്ഡ്. ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഇമേജ് ടു ഇമേജ്, ടെക്സ്റ്റ് ടു ഇമേജ്, ഇമേജ് ടു വീഡിയോ, ടെക്സ്റ്റ് ടു വീഡിയോ, അങ്ങനെയുള്ള കുറേ പരിപാടികൾ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു നല്ലൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ വെറുതെ ഉള്ള AI കോണ്ടൻ്റ് അല്ല, കുറച്ച് നിങ്ങൾ എഡിറ്റിങ്ങും കൂടി ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മേ ബി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. പിന്നെ ഇത് ഞാൻ ഭയങ്കര സംഭവമായിട്ട് കാണിക്കുന്നതൊന്നുമല്ല, എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ അപ്ഡേറ്റുകൾ ഞാൻ തരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇപ്പോൾ ഒരു 4-5 ക്ലയൻസിനെ കിട്ടിയിട്ടുണ്ട്. ആ ക്ലയൻസിൻ്റെ എല്ലാം വർക്ക് ഫ്ലോയുടെ ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. ആൻഡ് സത്യം പറഞ്ഞാൽ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കിത് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ദിസ്. ഞാനിത് ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് സമയമില്ലായിരുന്നല്ലോ. ഞാൻ ChatGPT പ്രോംപ്റ്റ് ചോദിച്ചു, ChatGPT എനിക്ക് പ്രോംപ്റ്റ് വന്നു. അത് വെച്ചിട്ട് ഞാൻ 2-3 പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്തു. എന്നിട്ട് ഡിസൈനിലാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രോംപ്റ്റ് വെച്ചിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഇമേജിനെ എടുത്തിട്ട് ഇമേജ് ടു വീഡിയോ ആക്കാൻ പറ്റും. ആ അതേ പ്രോംപ്റ്റ് തന്നെ ആ ഇമേജ് ടു വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് കൊടുത്തു, റൺ ചെയ്തു. സമയം എടുക്കും കേട്ടോ, ഒരു 10-15 മിനിറ്റ് എടുക്കും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പം എനിക്കിങ്ങനെ ഒരു റിയൽ ലൈഫ് സാധനം വന്നപ്പം ഇതാണ് ഐഡിയ. ആക്ച്വലി ഈ ഐഡിയ എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു ക്ലയൻറ്റാണ്. എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാച്ചാണ്. അപ്പോൾ ഈ വാച്ചിൻ്റെ കുറേ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എടുക്കുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ. എന്നിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഈ സാധനം മാത്രമായിട്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തിട്ട് പ്രോംപ്റ്റുകൾ കൊടുത്ത് കൊമേഴ്ഷ്യൽസ് ഉണ്ടാക്കുക. സിമ്പിൾ. ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത് ആക്ച്വലി നിങ്ങളിതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു CG ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ VFXോ ചെയ്യുന്ന ആൾക്ക് 3D ഒക്കെ ചെയ്യുന്ന ആൾക്ക് നല്ല കിടിലൻ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ല ഞാൻ പറയണേ.
ഇപ്പം അങ്ങനെ പറ്റിയില്ല, നിങ്ങൾക്ക് അത്രയും സ്കില്ലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.